അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു. ജനവാസ മേഖലയ്ക്കടുത്താണ് കണ്ടെയ്നർ അടിഞ്ഞത്. സമീപത്തെ വീടുകളിലുള്ളവരോട് ബന്ധുവീടുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞത്. ഏതൊക്കെ ഭാഗങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്? ഈ തീരദേശത്തുള്ളവരോട് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? കൊല്ലം ജില്ലയിലെ അഴീക്കൽ, ശക്തികുളങ്ങര, ചെറിയഴീക്കൽ പ്രദേശങ്ങളിലാണ് കണ്ടെയ്നറുകൾ എത്തിയിരിക്കുന്നത്. ഏകദേശം 16ഓളം കണ്ടെയ്നറുകൾ ഈ തീരപ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. തീരത്തേക്ക് അടിഞ്ഞത് വെള്ള നിറത്തിലുള്ള കണ്ടെയ്നറുകളാണ്. ഇത് ആഹാര സാധനങ്ങൾ ശീതീകരിച്ച് സൂക്ഷിക്കുന്ന കണ്ടെയ്നറുകളാണെന്നാണ് ചില ആളുകൾ പറയുന്നത്. എന്തായാലും അവയെ തീരത്ത് നിന്നും വീണ്ടും മുന്നോട്ട് ഒഴുകി പോകാതിരിക്കാൻ വലിയ പ്ലാസ്റ്റിക് വടം ഉപയോഗിച്ച് കെട്ടി തീരത്ത് നിർത്തിയിട്ടുണ്ട്. കാരണം അത് കൂടുതൽ സ്ഥലത്തേക്ക് ഇനി സഞ്ചരിച്ചു പോകുന്ന വലിയ തരത്തിൽ മറ്റ് മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ടാണ് നിലവിൽ പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും ഒക്കെ സഹായത്തോടു കൂടിയ നാട്ടുകാരും ചേർന്നിട്ടാണ് ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുപ്പിച്ച് കെട്ടി നിർത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ ഭാഗത്തേക്ക് എത്തും. അതിനുശേഷം ഈ കണ്ടെയ്നർ പരിശോധിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കണ്ടെയ്നറിന് 100 മുതൽ 200 മീറ്റർ ദൂരം വരെ മാത്രമേ ആളുകൾ പോകാവൂ എന്നും അതിൽ സ്പർശിക്കരുതെന്നുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം ഭാഗത്തേക്ക് ഒഴുകി വരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ അവസാനമായി ലഭ്യമാകുന്നത്. കൊല്ലത്തിന്റെ തീരം വിട്ടുപോയാൽ പിന്നീട് കുറെ കഴിയുമ്പോഴേക്കും വലിയ തരത്തിലുള്ള പാറക്കെട്ടുകളും ഒക്കെ ഉണ്ട്. അത് വീണ്ടും ഈ തീരത്ത് എത്തുന്നവർക്ക് തന്നെ അത് ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കണ്ടെയ്നറുകളെ പരമാവധി തീരത്തേക്ക് വലിച്ചടിപ്പിച്ച് കെട്ടി നിർത്താൻ പോലീസും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു അപകട സ്ഥിതി കൂടി മനസ്സിലാക്കിക്കൊണ്ട് വലിയ തരത്തിലുള്ള ജാഗ്രതയാണ് കൊല്ലം തീരത്ത് ആളുകൾക്ക് ജാഗ്രത നിർദ്ദേശമാണ് ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. കണ്ടെയ്നർ സമീപത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ആദ്യ കണ്ടെയ്നർ കൊല്ലം തീരത്ത് അടിഞ്ഞത്. ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ശക്തികുളങ്ങര ഭാഗത്താണ്. ശക്തികുളങ്ങര പള്ളിക്ക് സമീപമുള്ള സ്ഥലത്താണ് 3 കണ്ടെയ്നറുകൾ എത്തിയിട്ടുള്ളത്. അത് തീരത്തേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇവിടെ പോലീസും ജാഗ്രത പാലിക്കുന്നുണ്ട്. എന്തായാലും കടലിലൂടെ കൂടുതൽ കണ്ടെയ്നറുകൾ ഒഴുകി കൊല്ലം തീരത്തേക്ക് വരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ജാഗ്രതയാണ് ഈ ഭാഗത്തെല്ലാം തന്നെ നൽകിയിരിക്കുന്നതും പുലർത്തുന്നതും. മാത്രവുമല്ല, മത്സ്യബന്ധനത്തിന് ആളുകൾ പോകുന്നില്ല. കാരണം വലിയ തരത്തിലുള്ള കാറ്റും അതുപോലെ തന്നെ മഴയ്ക്കും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ചെറിയ മത്സ്യബന്ധന യാനങ്ങളും തന്നെ കടലിലേക്ക് പോയിട്ടില്ല. വലിയ ബോട്ടുകൾ മാത്രമാണ് പോയിട്ടുള്ളത്. അവരിതിൽ നിന്നും വളരെ ദൂരേക്കായിട്ടാണ് മത്സ്യബന്ധനം നടത്തുന്നതെന്നും ഉള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഉന്നത സംഘം ഈ സ്ഥലത്തേക്ക് എത്തി ഇവ പരിശോധിക്കും എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്താൻ സാധ്യത ഒരു കണക്കിലെടുത്തുകൊണ്ട് കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം പോലീസും കോസ്റ്റ് ഗാർഡും ഒക്കെ നൽകുന്നുണ്ട്. എന്തായാലും കടലിൽ ഉള്ള കണ്ടെയ്നറുകൾ എങ്ങോട്ടാണ് ഒഴുകി പോകുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി വിലയിരുത്തുന്നതിന് വേണ്ടി കോസ്റ്റ് ഗാർഡ് സംഘവും ഇപ്പോൾ കടലിൽ തന്നെ ഇത് നിരീക്ഷണം നടത്തി വരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ള ഈ സംഘങ്ങൾ എത്തിയതിനു ശേഷം ഇതിനകത്ത് എന്തായിരുന്നു അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സാധനങ്ങളാണ് ഈ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരും. നിലവിലെ സാഹചര്യത്തിൽ ഒഴുകി വരുന്ന തീരത്തോട് അടുത്ത് കിടക്കുന്ന കണ്ടെയ്നറുകളെ തന്നെ വടം ഉപയോഗിച്ച് കെട്ടി തീരത്തോട് അടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ കൊല്ലത്തെത്തിയ കണ്ടെയ്നറുകളൊക്കെ തന്നെ ഒഴിഞ്ഞ കണ്ടെയ്നറുകളായിരുന്നു. അതിനകത്തൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും ഒരു 13 കണ്ടെയ്നർ വരെ ഇപ്പോൾ കൊല്ലം തീരത്തിന് സമീപത്തായി കണ്ടതായി ആളുകളും പോലീസും ഒക്കെ പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ പോലീസ് തീരപ്രദേശവാസികൾക്കായി നൽകിയിട്ടുള്ളത്. വൃന്ദ. ശരി ബിനോയ്.